വാർത്തകളിലേക്ക്. ദേശീയപാത നിർമ്മാണത്തിന് അശാസ്ത്രീയമായി മണ്ണെടുക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ പോലീസ് അക്രമം. കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശിയത്. പോഴിക്കാവിൽ നടക്കുന്ന അശാസ്ത്രീയ മണ്ണെടുപ്പിനെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ശക്തമാണ്. കഴിഞ്ഞ ദിവസം നാട്ടുകാരെ കബളിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ അറിവോടെ മണ്ണെടുപ്പ് നടത്തി. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ നാട്ടുകാർ പ്രകടനം നടത്തി. പ്രകടനം പോലീസ് തടഞ്ഞു. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടാവുകയും സമരം നയിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കുമാറിനെ ഉൾപ്പെടെയുള്ളവരെ പോലീസ് വലിച്ചിഴക്കുകയും ചെയ്തു. വളരെ സമാധാനപരമായ ഒരു പ്രകടനം. അത് വഴി വെച്ച് പോലീസ് തടയുകയും പോലീസുകാർ ഞങ്ങളെ കുറേ ആളുകളെ അടിക്കുകയും ചവിട്ടിക്കൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ജാഥ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യാമെന്ന്. അപ്പം കുറേ പോലീസുകാർ വന്ന് വനിതകളടക്കമുള്ള ആളുകളെ മർദ്ദിച്ച് എന്നെ ഇവിടെ പിടിച്ച് റോഡിലൂടെ വലിച്ച് കുറേ ദൂരം റോഡിലൂടെ വലിച്ച് കാല് രണ്ടും വലിച്ച് കുറേ ദൂരം പരിക്കുണ്ട്. ഓരോ കാലിനറിഞ്ഞുണ്ട്, കൈക്കുണ്ട്, പുറത്ത് ഒക്കെ വേദനയുണ്ട്. പുരുഷ പോലീസുകാർ സ്ത്രീകളെ ബൂട്ട് കൊണ്ട് ചവിട്ടി പരിക്കേൽപ്പിക്കുകയും പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വെറും ഒരു മുദ്രാവാക്യം വിളിച്ചതിലേ പോയതാ. അപ്പോൾ അവർ തടയണോ? അവർ തടഞ്ഞ് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴാണ് ഇവർ ആൺ പോലീസ് വന്ന് ഞങ്ങളെ പെണ്ണുങ്ങളെല്ലാം ചവിട്ടി ഇട്ടിട്ട് അവിടെ ഇരുന്ന വാർഡ് മെമ്പറെ വലിച്ചഴയ്ക്കാൻ വേണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വാർഡ് മെമ്പറെ വലിച്ചെടുത്ത് കൊണ്ടുപോയത്. സ്ത്രീകൾക്കൊക്കെ ചവിട്ട് കിട്ടി. 3 ആൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. ബേക്ക് കൂടെ വന്നിട്ട് അവർ ഈ ലാത്തി കൊണ്ട് കുത്തുമായിരുന്നു ചെയ്തത്. കുത്തുകയാണ്. മറ്റുള്ള സ്ത്രീകളെ അടക്കം കൂട്ടത്തോടെ പിടിച്ച് ഉന്തിയിട്ട് മറിഞ്ഞ് വീണിട്ട് അതിൻ്റെ മുകളിലേക്ക് പോലീസുകാർ വീഴുക. അപ്പോൾ ലേഡീസ് പോലീസൊക്കെ അവരുടെ തണലിൽ നിൽക്കുകയാണ്, ഉടമസ്ഥൻ്റെ വീടിൻ്റെ തണലിൽ. പോലീസ് നടപടി കേരളത്തിന് തന്നെ അപമാനമാണെന്നും തീവ്രവാദികളെ നേരിടുന്നതിനേക്കാൾ ക്രൂരമായാണ് പോലീസ് പ്രവർത്തിച്ചതെന്നും അനുമതിയില്ലാതെയാണ് കുന്നിടിച്ചതെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു. മണ്ണെടുക്കുന്നതിന് ഉള്ള പെർമിഷൻ ഡിസംബർ മാസം 6-ാം തീയതി അവസാനിച്ചത് മനസ്സിലാക്കുന്നത്. 2-3 കാര്യം പറയാനുള്ളത്. ഒന്ന്, ആ പെർമിഷൻ ഇല്ലാതെയാണ് മണ്ണെടുത്തെങ്കിൽ എടുത്തവർക്ക് നടപടി വേണം. രണ്ടാമത്, പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെർമിഷൻ റദ്ദാക്കണം. സ്ത്രീകളോടും കുട്ടികളോടും സമാധാനമായി സമരം നടത്തിയോടും ഏതോ ഒരു ഭീകരവാദികളെ നേരിടുന്ന രൂപത്തിലാണ് പോലീസ് നേരിട്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ആ പോലീസുകാർക്കെതിരെ നടപടി വേണം. തുടർന്ന് സമരസമിതി അംഗങ്ങളും തഹസിൽദാറും പോലീസും ചേർന്ന് നടത്തിയ ചർച്ചയിൽ മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനമാവുകയായിരുന്നു. കൂടാതെ സ്ഥലം ഉടൻ തന്നെ തഹസിൽദാറും ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പ് സമരസമിതി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ സന്ദർശനം നടത്തി തീരുമാനമെടുക്കണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. പോലീസുകാരുടെ ആക്രമണങ്ങൾക്കെതിരെയും നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. നാളെ വീണ്ടും തഹസിൽദാരും മറ്റാളുകളും DOSP ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇവിടെ ജിയോളജിസ്റ്റിനെ ഇവിടെ വരുത്തും. ഞങ്ങൾ 2 പേരും കൂടി അവരെ കൂടെ കൂടും. എന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെയാണോ ചെയ്തത് എന്ന് പരിശോധിക്കും. അതിനുശേഷം മറ്റ് നടപടികളേക്ക് അതുവരെ മണ്ണെടുക്കുന്നത് തൽക്കാലം നിർത്തിവെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് പ്രകടനം നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെ ഇല്ലേ? അതൊന്നും സമ്മതിക്കാതെ ഇവിടെ തടുത്തു നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ DYSPനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം പോലീസുകാർക്കെതിരായി നടപടിയെടുക്കണം, അത് അന്വേഷണം നടത്തണം അല്ലെങ്കിൽ മറ്റ് നടപടികളായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളത്. ഇനിയൊരു മഴക്കാലം വന്നാൽ നാട് ഒന്നടങ്കം ഒലിച്ചു പോകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വരും തലമുറയ്ക്ക് ഒരു ഫോമിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവുമല്ലോ. ആ അഡ്രസ്സ് എന്ന് പറഞ്ഞ കോളത്തിൽ ഞങ്ങളെ അഡ്രസ്സ് എന്ന് പറയാൻ ഒരു സാധനം ഇതുണ്ടാവില്ല. അതാണ് ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്. ഇത്രയും മണ്ണ് എല്ലാം ഇടിക്കുന്നുണ്ടല്ലോ. ലാസ്റ്റ് എല്ലാം ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമ്പോൾ അല്ല എന്തെങ്കിലും ഉരുൾപൊട്ടലോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവുമല്ലോ. ഏത് ഫോമിലായാലും ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് പൂരിപ്പിക്കാനുണ്ടാവും. അതിലെന്ത് പൂരിപ്പിക്കും? ഒന്നും ഇല്ലാണ്ട് ലാസ്റ്റ് എന്ത് നമ്മൾ പൂരിപ്പിക്കും? ഒന്നിനുമില്ല. ഇതിൽ കൂടുതലൊന്നും പറയല്ല. പണമുള്ളവനും അധികാരമുള്ളവനും എന്നും ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. ബാക്കിയുള്ളവർ നമ്മളിങ്ങനെ നിൽക്കും, അടികൊള്ളും എന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാനാവുന്നില്ല. കാരണം നിങ്ങൾക്ക് സുഖമായിട്ട് കാണാം. പോലീസുകാർ നമ്മൾ ഒരാൾ കൂടെ നിൽക്കുന്നില്ല. എല്ലാവർക്കും ഈ വാഗാടിനെതിരെ എസ്കോർട്ട് പോകാൻ എല്ലാവർക്കും ഉള്ളത്. നമ്മളെ കൂടെ ഒരാൾ പോലും നിൽക്കാനില്ല. സജി തറയലിനോടൊപ്പം അഭിന പിച്ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.